നമസ്കാരം. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജനത്തിൽ പ്രതിഷേധിച്ച് മലബാറിൽ നിന്നുള്ള UDF എംപിമാർ തിരുവോണ ദിവസം സത്യാഗ്രഹം നടത്തും. പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഓഫീസിന് മുന്നിലാണ് സത്യാഗ്രഹം. പാലക്കാട് ഡിവിഷൻ വിഭജനം അറിഞ്ഞില്ലെന്ന റെയിൽ മന്ത്രിയുടെ പ്രസ്താവന അവിശ്വസനീയമാണ്. കർണാടക പിടിക്കാനുള്ള BJPയുടെ നീക്കത്തിന്റെ ഭാഗമാണിത്. തീരുമാനം പിൻവലിക്കും വരെ പ്രതിഷേധം തുടരുമെന്നാണ് എംപിമാർ അറിയിക്കുന്നത്. കർണാടക തെരഞ്ഞെടുപ്പാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്നും UDF എംപിമാർ വിമർശിക്കുന്നു. നമ്മൾ ഇന്നത്തെ വാർത്താ ദിനത്തിന് തുടക്കമിടുകയാണ്. ന്യൂസ് ടൈമിലെ പ്രധാന വാർത്തകൾ ആദ്യം നോക്കാം. സംസ്ഥാനത്ത് മഴ ശക്തമാകാൻ സാധ്യത. ഇന്ന് 6 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ചിങ്ങമാസത്തിലെ ആദ്യ ഞായറാഴ്ച ഗുരുവായൂരിൽ കല്യാണമേളം. 6 മണ്ഡപങ്ങളിലായി ഇന്ന് നടന്നത് 437 വിവാഹങ്ങൾ. ടി ശശിധരന്റെ അന്നമനടയിലെ വീട് സന്ദർശിച്ച പിണറായി വിജയൻ. ശശിധരന്റെ മകൾ ആർഷയുടെ വിവാഹത്തിന് ആശംസകൾ നേരാനാണ് പിണറായി വിജയൻ എത്തിയത്. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് മഴ ശക്തമാകാൻ സാധ്യത. വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്കും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മുന്നറിയിപ്പ്. ഇന്ന് 6 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദം രൂപപ്പെട്ടതോടെ കേരളത്തിലും മഴ ശക്തമാകാൻ സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് പൊതുവെ നേരിയതോ മിതമായതോ ആയ മഴയ്ക്കും ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. ഇന്നു മുതൽ 25-ാം തീയതി വരെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. പത്തനംതിട്ട, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിലും യെല്ലോ അലർട്ടുണ്ട്. 25-ാം തീയതി കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യമാണ് ശക്തമായ മഴയായി കണക്കാക്കുന്നത്. അതേസമയം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് നാളെ രാത്രി 11:30 വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രവും മുന്നറിയിപ്പ് നൽകി. 0.9 മുതൽ 1.3 മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ തീരദേശ മേഖലകളിൽ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. മീഡിയ ടൈം, കൊച്ചി. ചിങ്ങമാസത്തിലെ ആദ്യ ഞായറാഴ്ച ഗുരുവായൂരിൽ കല്യാണമേളം. 6 മണ്ഡപങ്ങളിലായി ഇന്ന് നടക്കുന്നത് 437 വിവാഹങ്ങൾ. പുലർച്ചെ 4 മുതൽ വിവാഹ ചടങ്ങുകൾ ആരംഭിച്ചു. തിരക്ക് കണക്കിലെടുത്ത് വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഗുരുവായൂരിൽ ഒരുക്കിയിരിക്കുന്നത്. ചിങ്ങമാസത്തിലെ ആദ്യ ഞായറാഴ്ച ഗുരുവായൂരിൽ വിവാഹങ്ങളുടെ തിരക്ക്. 6 മണ്ഡപങ്ങളിലായി 437 വിവാഹങ്ങളാണ് ഇന്ന് നടക്കുന്നത്. പുലർച്ചെ 4 മണിയോടെ തന്നെ വിവാഹ ചടങ്ങുകൾക്ക് തുടക്കമായി. വിവാഹ ചടങ്ങുകൾ സുഗമമായി നടത്താൻ കൂടുതൽ കോയ്മമാരെയും ദേവസ്വം ജീവനക്കാരെയും സജ്ജമാക്കിയിട്ടുണ്ട്. ഭക്തർക്ക് സുരക്ഷിതമായ ക്ഷേത്ര ദർശനം ഉറപ്പാക്കുന്നതിനായി കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെയും വിന്യസിച്ചു. ആദ്യം എത്തുന്ന വിവാഹ സംഘങ്ങൾക്ക് ടോക്കൺ നമ്പർ നൽകും. ഊഴമെത്തുമ്പോൾ ടോക്കൺ നമ്പർ അനുസരിച്ച് മണ്ഡപത്തിലേക്ക് പ്രവേശനം അനുവദിക്കും. വിവാഹ സംഘങ്ങൾക്ക് കാണാനാകുന്ന തരത്തിൽ മണ്ഡപങ്ങളുടെ വിവരങ്ങളടങ്ങിയ ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട്. തിരക്ക് നിയന്ത്രിക്കുന്നതിനായി പുലർച്ചെ 3:30 തന്നെ റോഡുകളിലും വിവിധ പോയിന്റുകളിലും പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചു. കിഴക്കേ നടയിലെത്തുന്ന ഭക്തർക്ക് ദീപസ്തംഭത്തിന് മുന്നിൽ നിന്ന് ദർശനം നടത്താൻ പ്രത്യേക സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ദർശനത്തിന് ശേഷം തെക്കേ നട വഴി മടങ്ങണമെന്ന് ദേവസ്വം നിർദ്ദേശിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിനകത്തും പുറത്തുമായി 100-ലേറെ പോലീസുകാരെയാണ് സുരക്ഷയ്ക്കായി നിയോഗിച്ചിരിക്കുന്നത്. മഫ്തിയിലുള്ള പോലീസ് സംഘവും ക്ഷേത്ര പരിസരത്ത് ഉണ്ടാകും. വനിതാ പോലീസിനെയും അധികമായി വിന്യസിച്ചിട്ടുണ്ട്. വിവാഹത്തിരക്കും ഭക്തജനത്തിരക്കും ഒരേ സമയം അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ ഗുരുവായൂരിൽ കർശന സുരക്ഷാ സംവിധാനങ്ങളോടെയാണ് ചിങ്ങമാസത്തിലെ ആദ്യ ഞായറാഴ്ച കടന്നുപോകുന്നത്. മീഡിയ ടൈം, ഗുരുവായൂർ. CPIM ജില്ലാ കമ്മിറ്റി അംഗവും DYFI മുൻ സംസ്ഥാന സെക്രട്ടറിയുമായ ടി ശശിധരന്റെ അന്നമനടയിലെ വീട് സന്ദർശിച്ച പിണറായി വിജയൻ. ശശിധരന്റെ മകൾ ആർഷയുടെ വിവാഹത്തിന് ആശംസകൾ നേരാനാണ് പിണറായി വിജയൻ എത്തിയത്. അന്നമനടയിലെ CPIM നേതാവ് ടി ശശിധരന്റെ വീട് സന്ദർശിച്ച് പിണറായി വിജയൻ. ടി ശശിധരന്റെ മകൾ ആർഷയുടെ വിവാഹത്തിന്റെ ഭാഗമായാണ് പിണറായി വിജയൻ വീട്ടിലെത്തിയത്. ഓഗസ്റ്റ് 30-നാണ് ആർഷയുടെ വിവാഹം. തൃശൂരിലെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ഇന്നലെ തൃശൂരിലെത്തിയ പിണറായി വിജയൻ ഇന്ന് രാവിലെ 10 മണിയോടെ അങ്കമാലിയിലെ പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുന്നതിന് മുമ്പായാണ് അന്നമനടയിലെ ടി ശശിധരന്റെ വീട്ടിലെത്തിയത്. വീട്ടിലെത്തിയ പിണറായി വിജയൻ ആർഷയ്ക്ക് വിവാഹാശംസകൾ നേർന്നു. CPIM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഡേവിസ്, ഏരിയ സെക്രട്ടറി TK സന്തോഷ്,
ഏരിയ കമ്മിറ്റി അംഗം ടി കെ സതീശൻ, ലോക്കൽ സെക്രട്ടറി പി വി വിനോദ് തുടങ്ങിയവരും പിണറായി വിജയനൊപ്പം ഉണ്ടായിരുന്നു. മീഡിയ ടൈം മാള. ബി.ജെ.പി. വിട്ട നടൻ ദേവൻ തമിഴക വെട്രി കഴകത്തിലേക്ക്. വിജയ് നേതൃത്വം നൽകുന്ന ടി.വി.കെയുമായി ദേവന്റെ ചർച്ചകൾ പൂർത്തിയായതായി റിപ്പോർട്ട്. കേരള ഘടകത്തിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയും ദേവന് വാഗ്ദാനം ചെയ്തതായി സൂചന. അന്തിമ തീരുമാനം വിജയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമെന്ന് ദേവൻ. ബി.ജെ.പി. വിട്ട നടൻ ദേവൻ വിജയ് നേതൃത്വം നൽകുന്ന തമിഴക വെട്രി കഴകത്തിൽ ചേരുമെന്ന റിപ്പോർട്ടുകൾ ശക്തമാകുന്നു. ദേവനെ ടി.വി.കെ. കേരള ഘടകത്തിന്റെ സംസ്ഥാന അധ്യക്ഷനാക്കാനുള്ള നീക്കവും നടക്കുന്നുവെന്നാണ് സൂചന. ഇതുമായി ബന്ധപ്പെട്ട് ദേവനും ടി.വി.കെ. നേതാക്കളും തമ്മിലുള്ള ആദ്യഘട്ട ചർച്ചകൾ പൂർത്തിയായതായി റിപ്പോർട്ടുകൾ പറയുന്നു. അന്തിമ തീരുമാനം ടി.വി.കെ. നേതാവ് വിജയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരിക്കും. സെപ്റ്റംബർ 10 ശേഷം ദേവൻ ചെന്നൈയിലെത്തി വിജയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് വിവരം. നിയമസഭാ സമ്മേളനം സെപ്റ്റംബർ 8 വരെ നടക്കുന്നതിനാലാണ് കൂടിക്കാഴ്ച നീളുന്നതെന്ന് ദേവൻ വ്യക്തമാക്കിയതായി റിപ്പോർട്ടുകളുണ്ട്. വെള്ളിയാഴ്ച ചാലക്കുടിയിലെ ദേവന്റെ വീട്ടിലെത്തിയാണ് ടി.വി.കെ. തമിഴ്നാട് ഘടകത്തിലെ 2 നേതാക്കൾ ചർച്ച നടത്തിയത്. നടി പ്രിയങ്കയ്ക്കൊപ്പമായിരുന്നു നേതാക്കൾ എത്തിയത്. തുടർന്ന് ചെന്നൈയിലെ ടി.വി.കെയിലെ ചില ഉന്നത നേതാക്കളും ഗൂഗിൾ മീറ്റ് വഴി ദേവനുമായി ചർച്ച നടത്തി. കേരളത്തിലെ പാർട്ടിയുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിനൊപ്പം സംസ്ഥാനത്ത് സഖ്യസാധ്യതകൾ തേടുന്നതടക്കമുള്ള കാര്യങ്ങളും ചർച്ചയായതാണ് വിവരം. കേരള ഘടകത്തിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയാണ് ടി.വി.കെ. മുന്നോട്ടുവച്ച പ്രധാന വാഗ്ദാനമെന്നും റിപ്പോർട്ടുകളുണ്ട്. വിജയുമായി വ്യക്തിപരമായ അടുപ്പമുണ്ടെന്നും 6 സിനിമകളിൽ നായകനായും വില്ലനായും തങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ടെന്നും ദേവൻ പ്രതികരിച്ചതായും റിപ്പോർട്ടുകൾ പറയുന്നു. അതേസമയം ദേവന്റെ ടി.വി.കെ. പ്രവേശനത്തിൽ അന്തിമ തീരുമാനം വിജയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരിക്കും. മീഡിയ ടൈം, കൊച്ചി. പെരിഞ്ഞനത്ത് കടയുടമയായ സ്ത്രീയെ തള്ളിയിട്ട് സ്വർണ്ണമാല കവർന്ന കേസിൽ 2 പ്രതികൾ അറസ്റ്റിൽ. കയ്പമംഗലം പോലീസും തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് സംഘവും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. പെരിഞ്ഞനം സ്മാരകം സ്കൂളിന് സമീപം കട നടത്തുന്ന സ്ത്രീയെ ആക്രമിച്ച് സ്വർണ്ണമാല കവർന്ന കേസിൽ 2 പേർ അറസ്റ്റിൽ. എമാട് കാരേപ്പറമ്പിൽ വീട്ടിൽ സനോജ് കെ ഫസൽ, കഴുവിലങ്ങ് മാടത്തിങ്കൽ വീട്ടിൽ ഫാസിൻ നൌഷാദ് എന്നിവരാണ് അറസ്റ്റിലായത്. ഓഗസ്റ്റ് 16 വൈകിട്ട് 5:20ഓടെയായിരുന്നു സംഭവം. പെരിഞ്ഞനം മൂന്നാംകുറ്റി സ്വദേശിനിയും പലചരക്ക് കടയുടമയുമായ ജ്യോതിയുടെ 1.25 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാലയാണ് പ്രതികൾ കവർന്നത്. സ്കൂട്ടറിലെത്തിയ പ്രതികളിൽ ഒരാൾ കടയ്ക്കുള്ളിൽ അതിക്രമിച്ച് കയറി ജ്യോതിയുടെ കഴുത്തിലുണ്ടായിരുന്ന മാല പൊട്ടിച്ചെടുക്കുകയായിരുന്നു. മോഷണശ്രമം തടയാൻ ശ്രമിച്ച ജ്യോതിയെ പ്രതികൾ തള്ളിയിട്ട് പരിക്കേൽപ്പിച്ച ശേഷം സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു. പരാതിയെ തുടർന്ന് കയ്പമംഗലം പോലീസ് കേസെടുത്ത് അന്വേഷണം ഊർജിതമാക്കി. തുടർന്ന് തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് സംഘത്തിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. അറസ്റ്റിലായ സനോജ് 2024 മതിലകം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത അടിപിടി കേസിലെ പ്രതിയാണെന്നും പോലീസ് അറിയിച്ചു. കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി രതീഷ് കുമാർ, കയ്പമംഗലം എസ്.ഐ. രഞ്ജിത്ത്, ജയകുമാരി ടി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കുമെന്ന് പോലീസ് അറിയിച്ചു. മീഡിയ ടൈം, കയ്പമംഗലം. 10 വർഷത്തെ വിശ്വാസത്തിന്റെ പാരമ്പര്യവുമായി കോണത്തുകുന്ന് മനക്കലപ്പടിയിൽ ഹാപ്പി ഫീറ്റ് ഫുട്വെയർ ആൻഡ് ബാഗ്സിന്റെ പുതിയ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി വമ്പൻ വിലക്കുറവും പ്രത്യേക ഓഫറുകളും സമ്മാന പദ്ധതികളും ഒരുക്കിയിട്ടുണ്ട്. കൊമ്പടിഞ്ഞാമാക്കലിൽ ഫുട്വെയർ ബാഗ്സ് രംഗത്ത് 10 വർഷം പൂർത്തിയാക്കിയ ഹാപ്പി ഫീറ്റ് ഗ്രൂപ്പിന്റെ പുതിയ ഷോറൂം മനക്കലപ്പടിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഫാദർ ഡെയ്സൺ കവലക്കാട്ട് ആശീർവാദം നടത്തി. മനുഷ്യ സേവനത്തിനായി ആരംഭിച്ചിരിക്കുന്ന ഈ സ്ഥാപനത്തെ ആശീർവദിക്കണമേ. നീതിയും സത്യസന്ധതയും ഇവിടെ വളർന്നു വരട്ടെ. ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തകരെയും ഇവിടെ ജോലി ചെയ്യുന്നവരെയും ഈ സ്ഥാപനവുമായി ബന്ധപ്പെടുന്നവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കെ നജാഹ് ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഏറെ സന്തോഷം തോന്നുന്ന ഒരു നിമിഷത്തിലാണ് നാം എല്ലാവരും. ഒരു നാടിന്റെ മുഖച്ഛായയ്ക്ക് മാറ്റം വരുത്തുന്ന ഏറ്റവും വലിയ കാര്യം ഏതാണെന്ന് എല്ലാവർക്കും തർക്കമില്ലാതെ പറയാൻ കഴിയും. അവിടെ വരുന്ന വ്യാപാര വ്യവസായ സ്ഥാപനങ്ങളാണ് ആ നാടിന്റെ നട്ടെല്ലും അതിന്റെ മുഖച്ഛായയും ഒക്കെ മാറ്റുന്നത്. അതുപോലെ തന്നെ പഴയ കാലങ്ങളിലൊക്കെ കച്ചവടം തുടങ്ങുക എന്ന് പറയുന്നത് അതിന് സ്വാഭാവികമായിട്ടുള്ളൊരു വിദ്യാഭ്യാസം ആവശ്യമില്ലാത്ത കാലഘട്ടങ്ങളായിരുന്നു. പക്ഷേ
ഇന്ന് അതെല്ലാം മാറി വലിയ വിദ്യാഭ്യാസവും അറിവും ഈ മേഖലയിൽ അനിവാര്യമായി കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അവിടെയാണ് ഏറ്റവും വലിയ റിസ്ക് എടുക്കുന്നവരാരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തർക്കമില്ലാതെ പറയാൻ കഴിയും, അതൊരു കച്ചവടക്കാരനാണ്. 10 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ഉപഭോക്താക്കൾക്കായി VIP, അരിസ്റ്റോകാർട്ട്, അമേരിക്കൻ ടൂറിസ്റ്റർ, സഫാരി, വിഡ്ക്രാഫ്റ്റ് തുടങ്ങിയ പ്രമുഖ ബ്രാൻഡുകളുടെ ഫുട്വെയറുകളും ബാഗുകളും ഇവിടെ ലഭ്യമാണ്. ട്രോളി ബാഗുകൾ, ട്രാവൽ ബാഗുകൾ, ലേഡീസ് ബാഗുകൾ, റെയിൻകോട്ട്, നെക്ക് പില്ലോ, ബെൽറ്റ് തുടങ്ങി വിവിധ ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരവും ഒരുക്കിയിട്ടുണ്ട്. 10ാം വാർഷികത്തോടനുബന്ധിച്ച് 50 മുതൽ 75% വരെ വിലക്കുറവാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ഇതോടൊപ്പം പ്രത്യേക സമ്മാന പദ്ധതിയും ആകർഷകമായ ഓഫറുകളും ലഭ്യമാണ്. ഹോൾസെയിൽ, റീറ്റെയിൽ ബാഗ് സർവീസും ഇവിടെ ലഭ്യമാണ്. മീഡിയ ടൈം. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് മഴ ശക്തമാകാൻ സാധ്യത. ഇന്ന് 6 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ചിങ്ങമാസത്തിലെ ആദ്യ ഞായറാഴ്ച ഗുരുവായൂരിൽ കല്യാണമേളം. 6 മണ്ഡപങ്ങളിലായി ഇന്ന് നടന്നത് 437 വിവാഹങ്ങൾ. ടി ശശിധരന്റെ അന്നമനടയിലെ വീട് സന്ദർശിച്ച പിണറായി വിജയൻ. ശശിധരന്റെ മകൾ ആർഷയുടെ വിവാഹത്തിന് ആശംസകൾ നേരാനാണ് പിണറായി വിജയൻ എത്തിയത്. ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.